സ്പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യ ശാസ്ത്രം ആണ്. അതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം 3ാമത്തെ പാർട്ടാണിത്. അപ്പോൾ 3ാമത്തെ പാർട്ടിൽ 5ാമത്തെ ചോദ്യമാണ് നമുക്കിനി നോക്കാനുള്ളത്. 5ാമത്തെ ചോദ്യത്തിൽ സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകി യുവാവ്. അതുപോലെ സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ പ്രതിമാസം 50,000 രൂപ വരെ സമ്പാദിക്കുന്ന വീട്ടമ്മ. അപ്പോൾ വാർത്താ തലക്കെട്ടുകൾ നിരീക്ഷിക്കുക. അപ്പോൾ ഇത് രണ്ടും ഒരു വാർത്താ തലക്കെട്ടാണ്. അപ്പോൾ അത് നിരീക്ഷിച്ചിട്ട് നമുക്ക് ഇനി ഇതിനുള്ള ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന്, സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ജീവിത വിജയം നേടിയ സംരംഭകൻ സംരംഭകയുമായി അഭിമുഖം നടത്തുന്നതിനായി 4 ചോദ്യങ്ങൾ തയ്യാറാക്കുക. സ്വയം തൊഴിലിൽ ഉള്ള അവരുമായിട്ടുള്ള ഒരു 4 ചോദ്യങ്ങൾ അഭിമുഖം ഇൻ്റർവ്യൂ എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചോദ്യം 1, ഈ സംരംഭത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സംരംഭം ആരംഭിച്ചപ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അവയെ നിങ്ങൾ എങ്ങനെ അതിജീവിച്ചു? 3ാമത്തെ ചോദ്യം, ഈ സംരംഭം ഇത്രയും വിജയകരമാകാൻ നിങ്ങളെ സഹായിച്ച പ്രധാന തന്ത്രങ്ങൾ എന്തെല്ലാമാണ്? 4ാമത്തെ ചോദ്യം, സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? അപ്പം ഇങ്ങനെയാണ് നമുക്ക് 4 ചോദ്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. അപ്പോൾ ഈ കണ്ടൻറ് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത്, അപ്പോൾ സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ കഴിഞ്ഞു. അത് ഇനി ബി ക്വസ്റ്റ്യനാണ്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും ഗുണഭോക്താക്കളുടെയും പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇതിൽ സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. അത് ആർക്കുള്ളതാണ്? ഈ നവജീവൻ ഗുണഭോക്താക്കളാണ്, മുതിർന്ന പൗരന്മാരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. അതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ളൊരു പദ്ധതിയാണ് കൈവല്യ പദ്ധതി കേട്ടോ. പിന്നെ വിദ്യാജ്വാല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൈവല്യ പദ്ധതി എഴുതിയാൽ മതി. പിന്നെ ശരണ്യ എന്ന് പറഞ്ഞത് വിധവകൾക്കും അതുപോലെ അവിവാഹിതരായ അമ്മമാർക്കും പിന്നെ പട്ടികജാതി പട്ടികവർഗത്തിലുള്ള സ്ത്രീകൾക്കുമാണ് ഈ ഇതിൻ്റെ ഗുണഭോക്തൃ ശരണ്യ എന്ന് പറഞ്ഞ പദ്ധതി കൊടുക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ തൊഴിലുകളുടെ പട്ടിക നിരീക്ഷിക്കുക. ഇവിടെ കുറേ വിവിധ തൊഴിലുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിരീക്ഷിച്ചിട്ട് ഇതിന് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. വിവിധ തൊഴിലുകളെ തന്നിരിക്കുന്ന പട്ടികയിൽ നിർമ്മിക്കുക. കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളാണ് എഴുതേണ്ടത്. അപ്പോൾ കാർഷിക തൊഴിലുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? കൃഷി ഒരു കാർഷിക തൊഴിലാണ്. കൃഷി ഒരു കാർഷിക തൊഴിലാണ്. കൃഷി എന്ന് പറയുന്നത് ഒരു കാർഷിക തൊഴിലാണ്. പിന്നെ ഇത് പറയാം, പിന്നെ കന്നുകാലി വളർത്തലും എന്താണ്? ഒരു കാർഷിക തൊഴിലാണ്. പിന്നെ മത്സ്യബന്ധനം അത് കാർഷിക തൊഴിലാണ്. പിന്നെ തേനീച്ച വളർത്തൽ ശരിയാണ്. പിന്നെ റബ്ബർ ടാപ്പിങ്ങും എഴുതാം. ഇതൊക്കെയാണ് കാർഷിക തൊഴിലുകൾ എന്ന് പറയുന്നത്. കാർഷികേതര തൊഴിലുകൾ ഏതാണ്? കച്ചവടം എന്ന് പറഞ്ഞാൽ കാർഷികേതര തൊഴിലാണ്. അതുപോലെ തന്നെ അധ്യാപനം എന്താണ്? കാർഷികേതര തൊഴിലാണ്. പിന്നെ എന്താ? നിയമപാലനം, ഇതെല്ലാം എന്താണ്? കാർഷികേതര തൊഴിലാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ് അല്ലാത്തതേത്? വരുമാനം കിട്ടാത്തതേത്? കൃഷി നമുക്ക് വരുമാനം തരുന്നതാണ്, അറിയാം. ആസ്തികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കടകളോ കടമുറികളോ അല്ലെങ്കിൽ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്താൽ നമുക്ക് വരുമാനം കിട്ടും അല്ലേ? കച്ചവടം ചെയ്ത് നമുക്ക് വരുമാനം കിട്ടും. സന്നദ്ധ പ്രവർത്തനം ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടുമോ? സന്നദ്ധ പ്രവർത്തനം ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടില്ല അല്ലേ? ഓപ്ഷനുകൾ നോക്കിയേ. എ എന്ന് പറയുന്നത് കൃഷി ഒരു പ്രധാന വരുമാന മാർഗമാണ്. സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വോളണ്ടിയറാണ്. സന്നദ്ധ പ്രവർത്തനങ്ങൾ സാധാരണയായി പ്രതിഫലമില്ലാതെ സേവനങ്ങൾ എന്നാണ് പറയട്ടെ. സേവനങ്ങൾ സർവീസാണ് അല്ലേ? അപ്പോൾ അതിനാൽ ഇത് ഒരു വരുമാന സ്രോതസ്സല്ല. ആസ്തികൾ എന്ന് പറയുന്നത് ആസ്തികളിൽ നിന്ന് വാടക, പലിശ, ലാഭവിഹിതം തുടങ്ങിയ വരുമാനമാണ്. കച്ചവടം ലാഭം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ്. അതിനാൽ ഇത് വരുമാന സ്രോതസ്സാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റെന്ന് പറയുക? സന്നദ്ധ പ്രവർത്തനമാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. സന്നദ്ധ പ്രവർത്തനം സോഷ്യൽ സർവീസാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട്
ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത്ര ടഫൊന്നുമല്ല, എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് 30 മാർക്ക്, 30ൽ ഒരു 25 മാർക്ക് മേടിക്കാൻ പറ്റും. 24ലും കൂടുതൽ മാർക്ക് വാങ്ങിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, എ ഗ്രേഡ് കിട്ടുള്ളൂ. ഓക്കെ, എ ഗ്രേഡ് കിട്ടണമെങ്കിൽ എന്താണ് 24 മാർക്കിലും 24 മാർക്കിൽ കൂടുതൽ വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാം എഴുതാൻ. താങ്ക്